ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഗോർജ് കാണാനായിട്ട് ഒരു ഹൈക്ക് ചെയ്താലോ? ഇത്തവണ നമ്മൾ പോകുന്നത് ഓബേഴ്സ്ഡോർഫിലേക്കാണ്. ഈ വീഡിയോയിൽ ഇവിടെ വരാനുള്ള റൂട്ട്, എന്തൊക്കെയാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് ഇത് ആസ്വദിക്കാം. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഓബേഴ്സ്ഡോർഫ് ബാഹ്നോഫിൽ നിന്നായിരുന്നു. നമ്മൾ അവിടുന്ന് ബസ് 44 എടുത്തു. ഏകദേശം 14 മിനിറ്റ് എടുത്ത് നമ്മുടെ സ്റ്റോപ്പായിട്ടുള്ള ബ്രെറ്റാക്ലാമിൽ ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ നിന്ന് എൻട്രൻസിലേക്ക് അധികം ദൂരമില്ല. പാർക്കിംഗ് ഏറി കഴിഞ്ഞ ഉടനെ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം. അഡൾട്ട്സിന് €9 ഇവിടുത്തെ പെർ പേഴ്സൺ ചാർജ്. അതിനോടൊപ്പം നമ്മൾ വളരെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കിയത് തിരിച്ചു പോകാനുള്ള ലാസ്റ്റ് ബസ് എന്നാണ്. സോ ഇത് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ബസ് 5:15 സോ ഇത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ അല്ലെങ്കിൽ കുറച്ച് ഏറെ നടക്കാനുണ്ടാവും നമുക്ക് നെക്സ്റ്റ് ബസ്സിലോട്ടോ അല്ലെങ്കിൽ ഓബേഴ്സ്ഡോർഫ് ബാഹ്നോഫിലോട്ടോ എത്തപ്പെടാൻ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഗോർജിൻ്റെ എൻട്രൻസ്. ഇവിടെ പല സർക്കുലർ റൂട്ട്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചൂസ് ചെയ്തത് റെഡ് റൂട്ടാണ്. ഗോർജിലൂടെ പോകുന്ന ഈ റൂട്ടിന് ഏകദേശം ട്രാവൽ ചെയ്യാൻ 45 മിനിറ്റ് എടുക്കും. 2 കിലോമീറ്ററാണ് ഏകദേശം ദൂരം എന്ന് പറയുന്നത്. തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട് നമ്മൾ ഓറഞ്ച് റൂട്ടാണ് സെലക്ട് ചെയ്തത്. അതിന് ഏകദേശം 30 മിനിറ്റ് കൂടി എടുക്കും. ഈ ക്ലാം ഈ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഗോർജുകളിലൊന്നാണ്. കൂറ്റൻ പാറമതിലുകളും വെള്ളച്ചാട്ടങ്ങളും ഗോർജിനുള്ളിലൂടെയുള്ള മനോഹരമായ വോക്ക് വേയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഗോർജിന് ഏകദേശം 150 മീറ്റർ ആഴമുണ്ട്. അതേസമയം പ്രധാന വോക്ക് വേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ നീളമുണ്ട്. 1994 ഇത് വിസിറ്റേഴ്സിനായി ഔദ്യോഗികമായി തുറന്നത്. അതുമാത്രമല്ല, ഈ ഗോർജ് ജർമ്മൻ ഓസ്ട്രിയൻ ബോർഡറിലൂടെയാണ് കടന്നു പോകുന്നത്. വഴിയിൽ ഇടയ്ക്കിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട്. അതുപോലെ വഴിയിൽ മറ്റ് ഹൈക്കേഴ്സും നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് ഗോർജിന്റെ ഭംഗി ഗോർജിനെ കാണിച്ചു തരട്ടെ അല്ലേ? ഈ റൂട്ടിലെ പ്രധാന ഹൈലൈറ്റ്സിലൊന്നാണ് സ്വിങ്സ്റ്റെഗ് ബ്രിഡ്ജ്. ഇവിടെ നിന്ന് ഗോർജിൻ്റെയും താഴെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അതിമനോഹരമായ വ്യൂ നമുക്ക് കിട്ടും. കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് തിരിച്ചു നടക്കുകയാണ്.
നമ്മുടെ തിരിച്ചുള്ള യാത്ര ഓറഞ്ച് റൂട്ടിലൂടെയാണ്. ഇതിന് ഏകദേശം 30 മിനിറ്റ് എടുക്കും തിരിച്ച് ബസ് സ്റ്റോപ്പിലെത്താൻ എന്നാണ് ബോർഡിൽ എഴുതിയേക്കുന്നത്. ഏകദേശം 1.3 കിലോമീറ്റർ ആൻഡ് ഇലവേഷൻ ഗെയിൻ എന്ന് പറയുന്നത് 73 മീറ്ററാണ്. ഇതൊരു ഗ്രാവൽ നിറച്ച റോഡാണ്. സോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇച്ചിരി ശ്രദ്ധിച്ച് വേണം ഇത് താഴോട്ടൊക്കെ നമ്മൾ ഇറങ്ങാനായിട്ട്. സോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.